UDF ക്യാമ്പുകളെ ഉണർത്തി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് സംസ്ഥാനത്ത്. രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന രാഹുൽ നാളെ കോഴിക്കോട് നിന്നും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലെത്തും. പ്രിയങ്ക ഗാന്ധിയും ഒപ്പം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. റോഡ് ഷോയ്ക്ക് ശേഷമാകും രാഹുൽ നാമനിർദ്ദേശ പത്രിക നൽകുക. സന്ദർശനം പ്രമാണിച്ച് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വയനാട്ടിലെ പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതാക്കളുടെ യോഗം കോഴിക്കോട്ട് തുടങ്ങി. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് മനു ഭരത്തും വിനേഷ് കുമാറും കോഴിക്കോട് നിന്ന് സനോജ് സുരേന്ദ്രനും ചേരുന്നു. മനു, എങ്ങനെയുണ്ട് വയനാട്ടിലെ UDF പ്രവർത്തകർ, നേതാക്കൾ എല്ലാവരും ആകാംക്ഷയോടെ സ്വാഭാവികമായും വരവേൽക്കാൻ ഒരുങ്ങുകയാവും രാഹുൽ ഗാന്ധിയെ? പ്രചരണ രീതികളും അതിനനുസരിച്ചെല്ലാം മാറുന്നുണ്ടോ, ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ശരത്, രാഹുൽ ഗാന്ധിയുടെ വരവ് വയനാട്ടിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ചൂടിനാണ് വഴിവെച്ചിരിക്കുന്നത്. വലിയ ആവേശം ജനങ്ങളിൽ, പ്രത്യേകിച്ച് UDF പ്രവർത്തകരിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് DCC ഓഫീസിന് മുന്നിലാണ്. രാഹുൽ ഗാന്ധിയെ നാളെ സ്വീകരിക്കേണ്ടതിൻ്റെ ഒരുക്കങ്ങൾ ആണ് എനിക്ക് പുറകിൽ നടക്കുന്നത്. പന്തലും മറ്റു കാര്യങ്ങളും അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ബാരിക്കാഡുകൾ നിർമ്മിക്കാനുണ്ട്. അത്തരത്തിൽ വലിയ ആവേശത്തിലാണ് UDF പ്രവർത്തകർ. ഒരു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത് ഒരു തരംഗം സൃഷ്ടിക്കും എന്നാണ് UDFൻ്റെ വിലയിരുത്തൽ. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രിക വയനാട്ടിലെ ഓരോ വീട്ടിലെത്തിക്കാനുമാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരത്തിൽ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ പരിഹാരം കാണുന്നതിന് UPA സർക്കാർ അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിക്കായിരിക്കും തുടക്കം കുറിക്കുക. രാഹുലിൻ്റെ റോഡ് ഷോ ഏറ്റവും മനോഹരമാക്കുന്നതിനും വലിയ ജനപങ്കാളിത്തം ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി നടക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോൺഗ്രസ് സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ടേക്ക് നീങ്ങും എന്നാണ് പറയുന്നത്. അവരെല്ലാം ഇപ്പോൾ കോഴിക്കോട് ഇരിക്കുകയും ഇതിൻ്റെ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് നേതാക്കൾ ഇവിടെ എത്തിയതിന് ശേഷമായിരിക്കും ബാക്കി പൂർണ്ണമായ ഏത് തരത്തിലാണ് ഇതിൻ്റെ റോഡ് ഷോ നീങ്ങേണ്ടതെന്നും നാമനിർദ്ദേശക പത്രിക എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള അന്തിമ തീരുമാനം ഉണ്ടാകുക. ഏതായാലും വലിയ ആവേശത്തോടു കൂടി തന്നെ UDF മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു അനായാസ വിജയം ഉറപ്പാക്കി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് LDFൻ്റെ നിലപാട്. NDAയും സമാനമായി തന്നെ ചിന്തിക്കുന്നു. LDF പ്രധാനമായി പറയുന്നത് 7 മണ്ഡലങ്ങളിൽ അവർക്ക് 7 നിയമസഭാ മണ്ഡലങ്ങളുള്ള വയനാട്ടിൽ LDFന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ ഇത് ഒരു ബാലികേറ മലയാണ് എന്ന് കരുതാനാവില്ല വയനാട്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർക്ക് മേൽക്കൈയുണ്ട്. ഇതുകൂടാതെ ഈ വിഷയങ്ങൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് UDF ഉയർത്തി കാണിക്കുന്നത്. പ്രധാനമായും LDF 3 കാര്യങ്ങളാണ് പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ UPA സർക്കാരിന് കഴിയില്ല എന്ന് അവർ അടിവരയിട്ട് പറയുന്നു. ആ വിഷയങ്ങൾ ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള മേഖലയിൽ ഇത് ഉന്നയിക്കും. പ്രധാനമായും ഈ എങ്ങനെയൊക്കെയാണ് ഇടത് ക്യാമ്പും അതുപോലെ UDF ക്യാമ്പും വയനാട്ടിൽ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനു സൂചിപ്പിച്ചത്. ശക്തമായ പ്രചരണ രംഗത്ത് രാഹുലിനെ നേരിടാൻ ഉറച്ചു തന്നെയാണ് ഇടതുമുന്നണിയും എന്നതാണ് മനു സൂചിപ്പിച്ചത്. അതേസമയം DCCയുടെ നേതൃത്വത്തിൽ ശക്തമായ രാഹുലിനെ വരവേറ്റുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നതും സൂചിപ്പിച്ചു. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് തന്നെ വിനേഷ് കൂടി ചേരുന്നുണ്ട്. വിനേഷ്, ഇന്ന് വൈകിട്ടാണ് കോഴിക്കോട്ട് എത്തുന്നത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം രാവിലെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തും. പ്രിയങ്ക ഒപ്പം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരികയോ ചെയ്തിട്ടില്ല. തുടർന്ന് അങ്ങോട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലേക്കാണോ രാഹുൽ ഗാന്ധി നീങ്ങുക? അതിനുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കലും മറ്റും ആരംഭിച്ചോ? ശരത്ത്, തീർച്ചയായും ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന SKMJ ഗ്രൗണ്ടിൽ 10 മണിക്ക് മുമ്പായി തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായ വിവരം. ഇവിടെയാണ് ഈ ഹെലിപ്പാഡിനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത് മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി വന്നിറങ്ങുക. 10 മണിയോടുകൂടി എത്തും. അതിനുശേഷം റോഡ് ഷോ നടക്കുന്നുണ്ട്. ഏകദേശം ഇവിടുന്ന് കൽപ്പറ്റയിലെ പഴയ സ്റ്റാൻഡ് വരെയാണ് റോഡ് ഷോ. ഇത് പിന്നീട് കലക്ടറേറ്റിലെത്തുകയും അവിടെ വെച്ചാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക 11 മണിയോടുകൂടി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇന്നലെ വരെ
ലഭ്യമായിരുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഇന്നലെ ഇവിടെ ഇറങ്ങിയതിന് ശേഷം നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷമായിരിക്കും റോഡ് ഷോ എന്നായിരുന്നു. പക്ഷേ SPG പ്രത്യേക യോഗം ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ, അതായത് റോഡ് ഷോയ്ക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക നൽകിയാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ 76 ബൂത്തുകൾ മാവോയിസ്റ്റ് ബാധിത മേഖലയോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇവിടെ SPGയുടെ പ്രത്യേക നിരീക്ഷണമുണ്ട്. അല്ല, ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാണ്. Z+ കാറ്റഗറി പ്രൊട്ടക്ഷൻ നൽകുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടി SPG കൂടാതെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടീം എന്ന് പറഞ്ഞുകൊണ്ട് SPGയുടെ നിയന്ത്രണത്തിലുള്ള മറ്റൊരു സുരക്ഷാ ടീം കൂടിയുണ്ട്. ഇത് കോഴിക്കോട് നിന്ന് വയനാട് വരെ 2 വാഹനങ്ങളിലായി രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുമ്പ് തന്നെ, കോഴിക്കോടും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ഇവിടെയും സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിക്കുന്ന വേളയിൽ ഇവിടെ മാധ്യമങ്ങൾക്കുൾപ്പെടെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ റിപ്പോർട്ട് ചെയ്യാനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും 20 ക്യാമറാമാൻമാർക്ക് മാത്രമാണ് ഇതുവരെയും അനുമതി നൽകിയിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ PRD വഴിയാണ്. PRD വഴി തിരിച്ചറിയൽ കാർഡും മറ്റും ലഭ്യമായതിനു ശേഷമായിരിക്കും ഇതിനുള്ള സംവിധാനം ഒരുക്കുക. ഇത്തരത്തിൽ ആളുകൾക്ക് ഒരു കാരണവശാലും നേരിട്ട് ഇവരുടെ നിയന്ത്രണ രേഖ ലംഘിച്ചു പോകാൻ കഴിയാത്ത വിധത്തിലുള്ള പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ SKMJ ഗ്രൗണ്ടിൽ ഇതിന് ചുറ്റുഭാഗവും ബാരിക്കേഡ് തീർക്കും. അതിനുശേഷം ഇവിടെ സുരക്ഷാ സേന ഈ ഭാഗങ്ങൾ പൂർണ്ണമായും സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാവും. ഇന്ന് മുതൽ തന്നെ ഏറെക്കുറെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കോഴിക്കോടും അതുപോലെ തന്നെ വയനാട് ജില്ലയും പൂർണ്ണമായും സുരക്ഷാ സംവിധാനങ്ങൾ ഈ SPGയുടെ നിയന്ത്രണത്തിലായിരിക്കും എന്നുള്ളൊരു വിവരം ലഭ്യമാവുന്നുണ്ട്. മാത്രമല്ല, ലോക്കൽ പോലീസിൻ്റെയും മറ്റുള്ള ഭരണകൂടത്തിൻ്റെയും സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ശക്തമാക്കിയിട്ടുണ്ട്. ശരത്ത്, ഇപ്പോൾ വിനേഷ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ വയനാട് ഒരു VVIP മണ്ഡലമായി മാറുകയാണ്. സാധാരണ ദേശീയ നേതാക്കൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്ത് പോകുന്ന പതിവിന് വിരുദ്ധമായി ഒരു പ്രധാനപ്പെട്ട ദേശീയ നേതാവ് കേരളം നിയോജക മണ്ഡലമാക്കി സ്ഥാനാർത്ഥിയായി മാറുന്ന സാഹചര്യം. അതോടുകൂടി വയനാട്ടിൽ ലഭ്യമായ സമയത്ത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ വരവും പ്രവർത്തനങ്ങളും എങ്ങനെ എന്നതുപോലെയുള്ള ഒരുപാട് രാഷ്ട്രീയ കൗതുകങ്ങൾ അരങ്ങേറുന്നു. നാളെ തന്നെ റോഡ് ഷോ ആരംഭിച്ച് വോട്ടർമാരെ പരമാവധി ആ മേഖലയിൽ, ആ പ്രദേശങ്ങളിലെങ്കിലും കാണാനുള്ള ഒരു ശ്രമമുണ്ടാകും എന്നാണ്. അങ്ങനെയാകും, അതിനുശേഷമാകും കൽപ്പറ്റയിലേക്ക് റോഡ് ഷോയായി പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ്. അതിനെ തുടർന്ന് മറ്റ് പ്രചാരണ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്നതുപോലെയുള്ള വിവരങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഏതായാലും ഓരോ മണിക്കൂറിലും പുതിയ പുതിയ വിവരങ്ങളാണ് സ്വാഭാവികമായും വരിക. ആ നിലയിൽ ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമായി വയനാട് മാറിയിരിക്കുകയാണ്. വയനാട് രാഹുൽ ഗാന്ധിക്ക് വന്നിറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകളും ഇപ്പോൾ വിനേഷ് സൂചിപ്പിച്ചതുപോലെ SKMJ സ്കൂൾ മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് സനോജ് കൂടി ചേരുകയാണ്. സനോജ്, നേരത്തെ ഇന്നലെയൊക്കെ വന്ന വാർത്ത അനുസരിച്ച് KC വേണുഗോപാൽ അടക്കമുള്ള ദേശീയ കോൺഗ്രസ് AICC നേതാക്കൾ മുൻകൂറായി വരികയും രാഹുൽ ഗാന്ധിയുടെ വരവും പ്രചാരണവും അതുപോലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് വേണ്ട തയ്യാറെടുപ്പുകളുമൊക്കെ നടത്തുമെന്നാണ്. ആ നിലയിൽ ഈ മുന്നൊരുക്കങ്ങൾ, അതിൻ്റെ ഒരു ചുക്കാൻ പിടിക്കുന്നത്, ആസൂത്രണം ചെയ്യുന്നത് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള നേതാക്കളാണോ? അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ കോഴിക്കോട്ടും വയനാട്ടിലുമൊക്കെ? തീർച്ചയായിട്ടും ശരത്, രാഹുൽ ഗാന്ധിയുടെ വരവ് പ്രവർത്തകരിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പരമാവധി വോട്ടാക്കി മാറ്റുക എന്ന ഒരു തന്ത്രമാണ് UDF ആയിട്ടുള്ളത്. ഇന്നലെയാണെങ്കിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയുടെ വരവിനെ അതിനിശ്ചിതമായ രീതിയിൽ തന്നെയാണ് വിമർശിച്ചത്. ശക്തമായ ഒരു ആക്രമണമാണ് കോഴിക്കോട് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഉണ്ടായത്. അതിനെ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കുക എന്ന തന്ത്രമാണ് UDF ആയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായുള്ള കൂടിയാലോചനകളൊക്കെ തന്നെ കോഴിക്കോട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ആര്യാട മുഹമ്മദ്, PK കുഞ്ഞാലിക്കുട്ടി, KP മജീദ്, ഒപ്പം തന്നെ 3 DCC പ്രസിഡന്റുമാർ, DCC ഭാരവാഹികൾ, വയനാട്, കോഴിക്കോട്, മലപ്പുറം DCC ഭാരവാഹികളെയൊക്കെ തന്നെയാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്വകാര്യ റിസോർട്ടിൽ ഇപ്പോൾ കൂടിക്കാഴ്ചകൾ ആരംഭിച്ചിരിക്കുന്നു. യോഗം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം യോഗം പൂർത്തിയായതിനു ശേഷം മാധ്യമങ്ങളോട് അത് സംബന്ധിച്ച വിശദീകരണം നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വൈകുന്നേരത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തിച്ചേരുക. കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലായിരിക്കും അദ്ദേഹം തങ്ങുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനുശേഷം ഇവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇടതുമുന്നണിയുടെയും BJPയുടെയും അതിക്രമത്തെ അതേ നാണയത്തിൽ തന്നെ നേരിടാൻ വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഗിൻ്റെ പാക് പതാകയാണെന്ന തരത്തിലുള്ള വർഗീയ പ്രചരണം BJP നടത്തുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കൂടിയാലോചനകളും ഒക്കെ തന്നെ ലീഗ് നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരത്, ശരി സനോജ്. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A. സജീവൻ കൂടി ചേർന്നു. ശ്രീ സജീവൻ, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്തത്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ എത്തുകയാണ്. ഇതോടുകൂടി
യഥാർത്ഥത്തിൽ ആ മേഖലയിൽ പ്രത്യേകിച്ച് വയനാട് എന്ന ലോക്സഭാ മണ്ഡലത്തിന് വരുന്ന ഒരു വലിയ മാറ്റവും അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യവും എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതോടുകൂടി വയനാട്ടിൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ഒരു ആശങ്കയോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ ഇവിടെയുള്ള LDF പ്രവർത്തകരുടെ മുമ്പിലും UDF പ്രവർത്തകരുടെ മുമ്പിലുള്ളത്. രാഹുൽ ഗാന്ധി നമ്മൾ മത്സരിച്ചു കഴിഞ്ഞാൽ വയനാട്ടിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതിനേക്കാൾ വലുത് ഇപ്പൊ അന്ന് അദ്ദേഹം നാളെ ഇവിടെ നോമിനേഷൻ കൊടുക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യേകിച്ച് തയ്യാറാക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തെ കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് റോഡ് മാർഗം റോഡ് ഷോ വഴിയൂടെ കൊണ്ടുപോവുക. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം കോഴിക്കോട്ട് എത്തിയിട്ട് വയനാട് എത്തുന്ന സമയത്തിനിടയിൽ കോഴിക്കോട് മണ്ഡലത്തിലൂടെയാണ് പ്രധാനമായിട്ടും കടന്നു പോകേണ്ടത്. ആകെ ഇതിനിടയിൽ പെടുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് മുപ്പത്തിന്റെ ചെറിയൊരു ഭാഗം വരുന്നത് ഈ തിരുവമ്പാടി മണ്ഡലത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് വരുന്നത്. ബാക്കിയെല്ലാം കോഴിക്കോട് മണ്ഡലത്തിന്റെ പ്രദേശങ്ങളാണ് വരുന്നത്. ഈ കോഴിക്കോട് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള വടകര, അതോടൊപ്പം തന്നെ കണ്ണൂര്, കാസർഗോഡ്, പൊന്നാനി നമുക്ക് അറിയാം. കഴിഞ്ഞ വർഷത്തെ പോലെ മുമ്പത്തെ കാലത്തെ പോലെ വളരെ ഈസി വാക്ക് ഓവർ ആയിട്ടുള്ളതൊന്നല്ല. കഴിഞ്ഞ വർഷം തന്നെ വളരെയധികം. അതായത് സജീവൻ താങ്കൾ പറഞ്ഞു വന്നത് ഇപ്പോൾ നാളെ പക്ഷേ ഹെലികോപ്റ്ററിൽ വയനാട്ടിലെത്തി കൽപ്പറ്റയിൽ പോയി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ ഈ വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഒരു വരവിന് അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് വരാനുള്ള ഒരു വലിയ സമ്മർദ്ദം സ്വാഭാവികമായും അവരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാം, ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ അല്ലേ? തീർച്ചയായിട്ടും. അതല്ല ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് SPGയുടെ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് അദ്ദേഹം നേരിട്ട് കോഴിക്കോട്ട് നിന്ന് ഹെലികോപ്റ്ററിലാണ് പോകുന്നത്. പക്ഷെ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ കോഴിക്കോട്ട് നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു സമ്മർദ്ദം കൊടുത്തിട്ടില്ല. അതാണ് അവരുടെ പ്രധാനമായിട്ട് താല്പര്യം. കാരണം പല മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാക്കുക വലിയ ആവേശമാണ്. വയനാട്ടിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിൽ പോലും മറ്റു പല മണ്ഡലങ്ങളിലും ഇതിനുള്ളൊരു ആവേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ വരവ് എന്ന് പറയുന്നത് വയനാട്ടിൽ ഒരു സീറ്റ് നിലനിർത്തുക എന്നുള്ളതല്ല. അതിന് ആര് മത്സരിച്ചാലും കഴിയുന്നൊരവസ്ഥ. UDFന്റെ മണ്ഡലമാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ ജയിക്കാൻ കഴിയുന്നത്. പക്ഷെ ഈ വരവോട് കൂടിയിട്ട് ഏതാണ്ട് വടക്കൻ കേരളം മൊത്തമായിട്ട് ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നായിട്ട് മാറും. കൈവിട്ടു പോകുമെന്ന് വിചാരിച്ചിരുന്ന പല മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിയുന്നുള്ള അവസ്ഥ. അതാണ് കോഴിക്കോട്. അത് ശരിയാണ് ശ്രീ സജീവൻ, താങ്കൾ പറഞ്ഞതുപോലെ UDFന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് അധികം വിയർപ്പൊഴുക്കാതെ പ്രചരണ രംഗത്തൊരു മേധാവിത്വം സൃഷ്ടിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ആ മുൻതൂക്കം സ്വാഭാവികമായും സൃഷ്ടിച്ചെടുക്കാം. ഇവിടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാവുക സ്വാഭാവികമായും ഇടതുമുന്നണിയും അതുപോലെ തന്നെ BJPയും ആവില്ലേ? എങ്ങനെയാണ് ഈ രാഹുൽ സാന്നിധ്യത്തെ രാഷ്ട്രീയമായി പ്രചരണ രംഗത്ത് മറികടക്കാനാവുക? അതിലെന്തുമാത്രം മികവ് ഈ മുന്നണികൾക്കും അതിൻ്റെ നേതാക്കൾക്കും കാഴ്ചവെക്കാനാകും എന്നതല്ലേ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായ ആകാംക്ഷ ബാക്കിയുള്ളത്? വലിയ ശക്തമായ പ്രചരണത്തിലേക്കായിരുന്നു ഇന്ത്യ മുഴുവൻ. കേരളത്തിലെ ഈ പ്രശ്നം, വയനാട്ടിലെ പ്രശ്നത്തെ ഇന്ത്യ മുഴുവൻ കൊണ്ടുപോകാൻ BJP ശ്രമിച്ചത്. അദ്ദേഹം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തേക്ക് ഒളിച്ചോടുന്ന രീതിയിലാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ എന്തെല്ലാം തരത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും അത് ഇവിടെ തികച്ചും നെഗറ്റീവായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാക്കിയത്. ഇവിടെ വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വർഗീയവിഷം തീറ്റുന്ന ഒരു രീതിയിലുള്ള പ്രസംഗങ്ങളാണ് BJP നേതാക്കന്മാർ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ആരോപണം ഉണ്ടായിരുന്നു. മാത്രമല്ല കോൺഗ്രസ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വളരെ രസകരമായ രീതിയിലാണ് BJPയും NDAയും കൈവിട്ട ഈ ദക്ഷിണേന്ത്യയെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നതെന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ഇവിടെ കൈവിട്ട ദക്ഷിണേന്ത്യയെ പ്രത്യേകിച്ച് കേരളം മാത്രമല്ല അതിൽ വരുമ്പോൾ ഈ ഉണർവൊക്കെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഉണ്ടാക്കാൻ പോലും കഴിയുമെന്നാണ് തീർച്ചയായും. ശ്രീ സജീവൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ അങ്ങനെ BJPക്കും മോദിക്കും എതിരായ ഒരു ദക്ഷിണേന്ത്യൻ നിലപാട്, ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചാണ് രാഹുൽ ഗാന്ധി പോകുന്നത്. ഇപ്പോൾ DYFI അഖിലേന്ത്യാ നേതാവ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് റിയാസ് കൂടി ചേരുകയാണ്. അഖിലേന്ത്യാ സെക്രട്ടറി മുഹമ്മദ് റിയാസ് കൂടി ചേരുകയാണ്. മുഹമ്മദ് റിയാസ്, ഈ കേരളത്തിൽ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി എത്തുമ്പോൾ നിശ്ചിതമായ ഒരു ഇടതുപക്ഷ വിമർശനം നടത്താൻ അദ്ദേഹം നിർബന്ധിതനാകും.
അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ, വിശേഷിച്ച് CPM-ൻ്റെ, മുഖ്യമന്ത്രിയുടെയും മറ്റും യെച്ചൂരിയുടെ അടക്കം ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നത്. നിങ്ങളുടെ യഥാർത്ഥ മുഖ്യ എതിരാളി ആരാണ് എന്നൊരു ചോദ്യത്തിലേക്ക് നിശ്ചയമായും കാര്യങ്ങൾ മാറുന്നൊരു സാഹചര്യം വരും. ന്യൂനപക്ഷ സംരക്ഷണം, ന്യൂനപക്ഷ അവകാശ ധ്വംസനം, ഇതെല്ലാം ചർച്ച ചെയ്യുന്നൊരു ഘട്ടം വരുമ്പോഴേക്കും ഇടതുമുന്നണിക്ക് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രചരണ രീതികൾ കുറെ കൂടി അതിനനുസരിച്ച് പുതുക്കി പണിയേണ്ടതായി വരില്ലേ? അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നത് BJP സർക്കാർ താഴെ ഇറങ്ങണം, BJP സംഘപരിവാർ അപകടകരമായ അജണ്ടയെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കാം എന്നുള്ളതാണ്. ഞങ്ങളുടെ ഒന്നാമത്തെ മുദ്രാവാക്യം തന്നെ അതാണ്, BJP ഗവൺമെന്റിനെ താഴെ ഇറക്കുക. അത് ഏറെക്കുറെ പ്രായോഗികമായി തന്നെ ഇപ്പൊ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. BJP സർക്കാർ താഴെ ഇറങ്ങും. പക്ഷേ ദൗർഭാഗ്യവശാൽ BJP വിരുദ്ധ പോരാട്ടത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കേണ്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ നൽകുന്ന സന്ദേശം എന്താണ്? രാഹുൽ ഗാന്ധി BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന 118 സീറ്റുകളിൽ, മധ്യപ്രദേശും രാജസ്ഥാനും ഗുജറാത്തും ഛത്തീസ്ഗഡും ഉൾപ്പെടുന്ന 118 സീറ്റുകളിൽ എവിടെയെങ്കിലും മത്സരിക്കാമായിരുന്നു. അങ്ങനെ മത്സരിച്ച് BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിന് പകരം ഈ 5 വർഷക്കാലം BJP ആശയത്തെ ശക്തമായി ചെറുത്തു തോൽപ്പിച്ച ഇടതുപക്ഷ ആശയത്തിന്റെ പ്രതീകമായ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നത് നൽകുന്ന സന്ദേശം സംഘപരിവാറിന് അനുകൂലമായ സന്ദേശമാണ്. ഇതോടൊപ്പം പ്രധാനപ്പെട്ട റിയാസ് പറഞ്ഞ ഇടതുപക്ഷ വിമർശനം ഇതിനോടകം തന്നെ ഇടതുമുന്നണി ഫീൽഡ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ CPM ഫീൽഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നോക്കിയാൽ തന്നെ ഇപ്പോൾ അമേത്തി സ്വന്തം മണ്ഡലത്തിൽ സ്മൃതി ഇറാനിയെ എതിർത്ത് BJP എതിർത്ത് തന്നെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ അവർക്ക് വേറൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി സീറ്റുകൾ കേരളമടക്കം, കേരളത്തിൽ തന്നെയും 20 സീറ്റിൽ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ ഫീൽഡ് ചെയ്യിക്കാൻ കേരളത്തിലെ നേതാക്കൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ വിശ്വസിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ ഒരു വെല്ലുവിളിയാണ് ഇടതുമുന്നണിക്ക് മുമ്പിലുള്ളത്. വയനാട് മാത്രമല്ല, 20 മണ്ഡലങ്ങളിലും രാഹുലിൻ്റെ ഒരു സാന്നിധ്യം ഗുണം ചെയ്യുമെന്നാണ് UDF-ന്റെ വിചാരം. രാഹുൽ ഗാന്ധി കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിലെ UDF സ്ഥാനാർത്ഥികളിൽ ഒരു സീറ്റിലെ സ്ഥാനാർത്ഥി മാത്രമാണ്. ഇനി രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും മത്സരിച്ചാൽ അങ്ങ് തരംഗമുണ്ടാകുമെങ്കിൽ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി വിജയിച്ച അമേഠി 2014 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിന്റെ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസ് ജയിച്ചിട്ടില്ല. ആകെ 2 സീറ്റിലാണ് അമേഠിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മാത്രമാണ് വിജയിച്ചത്. കേരളത്തിൽ ഐക്യജനാധിപത്യ ഒരു സ്ട്രോങ് പാർട്ണറാണ്, BJP പോലെയല്ല. അതെ, അവിടെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഉത്തർപ്രദേശിൽ നടക്കാത്തൊരു കാര്യം കേരളത്തിൽ നടക്കുമോ? പക്ഷെ ഉത്തർപ്രദേശിൽ കേരളത്തിന്റെ രാഷ്ട്രീയ താല്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം നമുക്കറിയാം. ഏതെങ്കിലും വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള രാഷ്ട്രീയമല്ല കേരളത്തിന്റെ രാഷ്ട്രീയം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ വയനാട്ടിന്റെ കാര്യം തന്നെ UDF-ന് ഉറപ്പിക്കാൻ പറ്റുമോ? 2004 സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് 2019. 2004 വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ വയനാട്ടിലെ, ഇന്നിപ്പോ വയനാട് പുതിയ മണ്ഡലമാണല്ലോ 2009 മുതൽ, 2004 വയനാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഇന്നത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഇടത് തരംഗം ആഞ്ഞു വീശിയതാണ്. ഇന്നത്തെ വയനാട്ടിൽ അന്നത്തെ 3 ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമായിരുന്നു. ഒന്ന് കണ്ണൂർ, മറ്റൊന്ന് കാസർഗോഡ്, ഒന്ന് കണ്ണൂർ, മറ്റൊന്ന് കോഴിക്കോട്, വേറൊന്ന് മഞ്ചേരി. ഈ 3 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വിജയിച്ചു. അപ്പൊ 2004 ആവർത്തിക്കും. BJP വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇടതുപക്ഷത്തെ വിശ്വസിക്കാം, ഇടതുപക്ഷത്തിന്റെ നിലപാടാണ് എണ്ണമല്ല പ്രശ്നം എന്ന് കരുതി വോട്ട് ചെയ്ത തരംഗം ആഞ്ഞടിക്കുമ്പോൾ വയനാട് അതിൽ നിന്ന് മാറിയിക്കാൻ പറ്റുമോ? UDF-ന് വയനാട് നഷ്ടപ്പെടില്ലേ? ഇനി 2016 വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചോ? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ വയനാട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് സേഫ് ആവുക? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി പോലും എളുപ്പമല്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പരാജയപ്പെടും. കേരളത്തിൽ ഇടത് തരംഗം ആഞ്ഞു വീശും. 2004 18 സീറ്റാണെങ്കിൽ അതിലേറെ സീറ്റിൽ ഞങ്ങൾ വിജയിച്ചു വരും. ഇവിടെ ഇതിന്റെ നഷ്ടം വരാൻ വേണ്ടി പോകുന്നത് UDF-നാണ്. UDF-ലെ മതനിരപേക്ഷ വോട്ടർമാർ ഇടതുപക്ഷത്തെ പ്രധാന എതിരാളിയായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ നേതൃത്വം തെരഞ്ഞെടുത്തതിന്റെ പ്രതിഷേധം ബാലറ്റിലൂടെ, വോട്ടിംഗ് മെഷീനിലൂടെ പ്രതിഫലിപ്പിക്കും. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും. പക്ഷേ കുറേ ആളുകളെങ്കിലും വിശ്വസിക്കുന്നത്, റിയാസ്, ഇപ്പോൾ സമീപ മണ്ഡലങ്ങൾ, ഇപ്പോൾ കേരളം ആകെ എന്നത് മാറ്റിവെച്ചാൽ പോലും ഇപ്പോൾ വടക്കൻ കേരളത്തിൽ കോഴിക്കോട് നല്ലൊരു മത്സരം നടത്തുന്നതിനിടയിൽ രാഹുലിൻ്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം, അതുപോലെ കണ്ണൂർ, വടകര, കാസർഗോഡ് അടക്കം, ഇപ്പോൾ ഈ പറഞ്ഞ മുന്നേറ്റം ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്ന പൊന്നാനിയിലടക്കം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഗുണം ചെയ്യും എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ശക്തമാണ്. ആ രാഷ്ട്രീയ നിരീക്ഷണത്തെക്കാൾ ശക്തമായ മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്.
ഇപ്പൊ ഇവിടെ ശരത്ത് പറഞ്ഞ വടകര, കണ്ണൂർ, കോഴിക്കോട് BJP ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന് നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞതാണ്. കൊല്ലത്തും എറണാകുളത്തും വടകരയും കോഴിക്കോടും കണ്ണൂരും BJPക്ക് സാധ്യതയുള്ള ഹെവി കാൻഡിഡേറ്റുകളെ ഒഴിവാക്കി ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയതിന്റെ പിന്നിലുള്ള താല്പര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി വയനാടിന്റെ തൊട്ടുചേർന്ന് കിടക്കുന്ന വടകരയും കണ്ണൂരും കോഴിക്കോടും BJPയുടെ വോട്ട് കുറഞ്ഞാൽ, BJPയുടെ ദേശീയ നേതാക്കന്മാർ വയനാട് ക്യാമ്പയിനിൽ തമ്പടിച്ച് നിൽക്കുമ്പോൾ അവിടെ വോട്ട് പറഞ്ഞാൽ അതിന്റെ ക്ഷീണം BJPക്ക് ദേശീയ തലത്തിലായിരിക്കും എന്നുള്ളത് കൊണ്ട് BJP വോട്ട് BJP പിടിക്കും എന്ന ഒരു നിരീക്ഷണം ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ ഈ മണ്ഡലങ്ങളിലൊക്കെ 30,000-ലധികം വോട്ടിന് ഭൂരിപക്ഷത്തിന് ഞങ്ങൾ സുഖമായി വിജയിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു നിരീക്ഷണം കൂടിയുണ്ട്. അത് ഈ 3 മണ്ഡലത്തിലെ UDF നേതാക്കന്മാർക്ക്, UDF സ്ഥാനാർത്ഥികൾക്ക് ഇപ്പൊ തന്നെ ഈ പേടിപ്പനി വന്നിട്ടുണ്ട്. BJP വോട്ട് തട്ടാൻ വേണ്ടി തലയിൽ മുണ്ടിട്ട് നടത്തിയ ധാരണ പൊളിയും എന്ന് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് ഭയം, തോൽവി പനി ഈ 3 സ്ഥാനാർത്ഥികൾക്കും ബാധിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ രാഷ്ട്രീയ നിരീക്ഷണം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്യുന്നതാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അഭികാമ്യം. 1. 2, വടകരയിൽ ഇടതുമുന്നണി അല്ലെങ്കിൽ CPM പ്രതീക്ഷിച്ച കോലി ബി എന്നതിൻ്റെ പുതിയ രൂപം സാധ്യമാകാതെയും വരും. ഒന്ന്, രാഹുൽ ഗാന്ധിയല്ല UDFന്റെ സ്ഥാനാർത്ഥി ഇനി ഏത് വ്യക്തിയായാലും അതിനെ അംഗീകരിക്കണം. കാരണം അത് ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവരുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ടത്. ഒരു മുന്നണിയാണ് തീരുമാനിക്കുന്നത്. അത് വേറെ മുന്നണി ഇന്നയാളെ നിർത്തണം എന്ന് പറയുന്ന രീതി ഇല്ല. അത് ജനാധിപത്യപരമായ അവരുടെ അവകാശമാണ്. ജനാധിപത്യപരമായ എല്ലാ തെരഞ്ഞെടുപ്പെങ്കിൽ കൂടി. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി പ്രകാരം ഏത് സ്ഥാനാർത്ഥി വന്നാലും സ്വാഗതം ചെയ്യുന്ന ഏർപ്പാടില്ലല്ലോ. ആ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയ പ്രതീകമായി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എതിർക്കേണ്ട രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി കണ്ട് ഫൈറ്റ് ചെയ്യും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി അല്ലെങ്കിലും ഞങ്ങളുടെ പ്രവർത്തനം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതെ, ഇടതുമുന്നണിയുടേതായ ഒരു ശൈലിയുണ്ട്. അത് ആര് വന്നാലും ആ ശൈലിയിൽ പ്രചരണത്തിൽ മുന്നോട്ട് പോകും. പക്ഷെ ഇവിടെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു നിമിഷം താങ്കളിലേക്ക് മടങ്ങി വരാം. SPGനോടൊപ്പം വന്നിട്ട് നമ്മൾ ഒരുമിച്ച് സെക്യൂരിറ്റി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സുരക്ഷയിൽ യാതൊരു പ്രശ്നമല്ല. ആവശ്യത്തിലുള്ള പോലീസ് ഫോഴ്സും ഉണ്ട്. നമ്മൾ അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യുമായിരിക്കും. നാളെ രാവിലെ എത്ര മണിക്ക്? 10 മണി മുതൽ? അല്ല, ആ സമയം ഇനി കൺഫേം ആയിട്ടില്ല. അവരുടെ അടുത്ത് ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ വന്ന ശേഷമേ അത് പറയാൻ പറ്റും. ഗ്രൗണ്ട് ഫുള്ളായിട്ട് കോൾസ് ഉണ്ടാവും? അതും ഉണ്ടാകും. നമുക്ക് ആവശ്യമുള്ള എല്ലാ സ്ഥലത്തിലും ഫോഴ്സ് ഉണ്ട്. അല്ല, അതും കംപ്ലീറ്റ് ആയിട്ട് ഏതും കൺഫേം ആയിട്ടില്ല. അവർ പറഞ്ഞ ശേഷം ഒഫീഷ്യലായിട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ശേഷമേ ഇതെല്ലാം പറയാൻ പറ്റും. പിന്നെ ഇവിടെ ഈ SPT ഉണ്ട്. എന്താ SPT എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ അവിടുന്ന് അവർ 2 സ്ഥലത്തുണ്ട്, കോഴിക്കോടും വയനാടും. കോഴിക്കോടിന് ഉണ്ട്, അവരുണ്ട്, വയനാട്ടിലും ഉണ്ട്. ഈ ഗ്രൗണ്ടില്ലാതെ മറ്റു ഗ്രൗണ്ടുകൾ കൂടി പരിഗണനയിലുണ്ടോ? ഇവിടെ ഹെലിപ്പാഡിന്റെ പണി തീരാനായിരുന്നു. അല്ല, ഈ ഒറ്റ ഗ്രൗണ്ടേ ഉള്ളൂ. വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ്, ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നു. മുമ്പ് സംസാരിച്ചപ്പോൾ ഉയർന്നു വന്നതുപോലെ റോഡ് മാർഗമാണോ അതോ ഹെലികോപ്റ്റർ മാർഗമാണോ എന്നത് ഔദ്യോഗികമായി ഉള്ള ഒരു സ്ഥിരീകരണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥൻ തയ്യാറല്ല. കാരണം അത്തരം വിവരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസാണ് മുമ്പ് സംസാരിച്ചത്, CPM നേതാവ്. ഒപ്പം കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. ഷഹീദ്, ഈ വയനാട്ടിലാണ് രാഹുൽ ഗാന്ധിയുടെ മത്സരമെങ്കിലും ഈ രാഹുൽ ഗാന്ധിയുടെ വരവും തെരഞ്ഞെടുപ്പ് ആസൂത്രണവും എല്ലാം കേന്ദ്രീകരിക്കുക കോഴിക്കോടായിരിക്കില്ലേ? കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ഒരു വളരെ കൃത്യമായൊരു വാർ റൂം രാഹുലിന് വേണ്ടി രൂപപ്പെടുമോ? അതിനനുസരിച്ചായിരിക്കുമോ കേരളത്തിൽ തന്നെയുള്ള മറ്റു മണ്ഡലങ്ങളിലേക്കുള്ള രാഹുലിൻ്റെ പോക്കും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കലും പോലെയുള്ള കാര്യങ്ങൾ? തീർച്ചയായും ശരത്ത്, ആ രീതിയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. കാരണം രാഹുൽ വയനാട്ടിലാണ് മത്സരിക്കുന്നതെങ്കിലും അതിൻ്റെ പ്രതിഫലനം, അതിൻ്റെ ഇമ്പാക്റ്റ് മറ്റു മണ്ഡലങ്ങളിലേക്കും എത്തിക്കേണ്ടത് ഒരു ബാധ്യതയാണ്. കാരണം അത്തരത്തിലുള്ള പല വാഗ്ദാനങ്ങളും പല ഉറപ്പുകളും നൽകിയാണ് രാഹുലിനെ കേരളത്തിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ്. അത്തരമൊരു ബാധ്യതയുണ്ട്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കടവ് റിസോർട്ടിലാണ്. ഇവിടെയാണ് UDF നേതാക്കന്മാരുടെ യോഗം ഇപ്പോൾ ചേരുന്നത്. മുതിർന്ന UDF നേതാക്കന്മാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. മുകുൾ വാസ്നിക്, KC വേണുഗോപാൽ
ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കന്മാർ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് രാഹുൽ എത്തിക്കഴിഞ്ഞാൽ പദ്ധതികൾ ഏത് രീതിയിലായിരിക്കണം, രാഹുലിൻ്റെ യാത്ര, താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കന്മാരുമായി യോഗം നടക്കുന്നുണ്ട്. ഈ യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രചാരണ വിഷയങ്ങൾ ഇതിനകം തന്നെ വിവാദമായ വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം BJP ദേശീയ തലത്തിൽ വലിയ തോതിൽ കോൺഗ്രസിനെതിരെയുള്ള പ്രചാരണ ആയുധമാക്കി ഇതിനകം മാറ്റിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള പ്രചാരണത്തിന് ശക്തി കൂട്ടാൻ BJP ക്യാമ്പുകൾ ആലോചിക്കുന്നുണ്ട്. ഇതിനെ ഏത് രീതിയിൽ മറികടക്കാമെന്നുള്ള കാര്യവും ഇന്നത്തെ ചർച്ചയിൽ ആലോചനയായി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KP മജീദ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. വയനാട് കൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് പരാജയപ്പെടുത്തുന്ന സാഹചര്യം ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണ രീതി പുതുക്കി പണിയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ, ഇത്തരം മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. കാരണം കൃത്യമായി UDF നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരാണുള്ളത്. രാഹുലിൻ്റെ വരവിന് ശേഷം ഏത് രീതിയിലായിരിക്കണം പ്രചരണം എന്നത്, പ്രത്യേകിച്ചും ഇടതുപക്ഷം രാഹുലിനെ കേന്ദ്രീകരിച്ചു വലിയ ആക്രമണം വരും ദിവസങ്ങളിലും ഇതിനൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത് വന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. താരതമ്യേന ദുർബലമായി രാഹുലിനെതിരെയുള്ള ആക്രമണം ദുർബലമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള തരത്തിൽ രാഹുലിനെതിരെ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനെ ഏത് രീതിയിൽ നേരിടണം, ഇതിനെ രാഹുലിനെതിരെയുള്ള ആക്രമണങ്ങളെ മറ്റൊരു സാധ്യതയായി ഉപയോഗിച്ച് പ്രചരണ തന്ത്രം ആവിഷ്കരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ഏതായാലും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. മുതിർന്ന നേതാക്കന്മാർ ഇപ്പോൾ ഇവിടെ യോഗം ചേരുകയാണ്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരത്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. ഈ സാഹചര്യത്തിൽ ശക്തമായ ഇടതു വിമർശനം, CPM വിമർശനം രാഹുൽ ഗാന്ധി ഏതളവ് വരെ കേരളത്തിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പ്രയോഗിക്കും എന്നതാണ് മറ്റൊരു രാഷ്ട്രീയമായ കൗതുകം. അത് രാഹുൽ ഗാന്ധിയിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാനാവൂ. ഏത് നിലയിലാണ് മോദി വിമർശകൻ എന്നതുപോലെ തന്നെ ഒരു ശക്തമായ നിലപാട് കേരളത്തിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ രാഹുൽ ഗാന്ധി സ്വീകരിക്കുമോ? ഏതായാലും ഇന്ന് വൈകിട്ട് കോഴിക്കോടെത്തും, നാളെ രാവിലെ വയനാട്ടിലെത്തും, നാമനിർദ്ദേശ പത്രിക നൽകും. അങ്ങനെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി കൂടി രാഹുൽ ഗാന്ധി കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സാന്നിധ്യം അറിയിക്കാൻ പോവുകയാണ്.